Hi learners, welcome to I Plus Training Solutions. ഇന്ന് നമ്മള് UGC നെറ്റ് ഡിസംബർ 2025 പ്രിപ്പറേഷൻ ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസും സിലബസ് ഡിസ്കഷനുമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്കും എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഒരു ബെറ്റർ സ്കോർ കിട്ടാം, സോ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം. സോ യെസ്, നമുക്കറിയാം എക്സാം വരുന്നത് 300 മാർക്സിലാണ്. അതിൽ 100 പേപ്പേഴ്സ് വരുന്നത് പേപ്പർ 1 ആണ് ആൻഡ് പേപ്പർ 2 നമുക്കറിയാം 200 മാർക്സ് ആണ്. സോ നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈവൻ നമ്മൾ ഒരു ടൈം ടേബിൾ വൈസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ മോക്ക് ടെസ്റ്റ്, PYQs ഇതെല്ലാം നമ്മൾ എങ്ങനെ നമുക്കൊരു ബെറ്റർ ആയിട്ട് ഓരോരോ ഏരിയാസും, നമുക്കറിയാം 10 സബ്ജക്ട്സ് ഉണ്ട് അല്ലെ. സോ ഈ ഒരു 10 സബ്ജക്റ്റിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, എവിടെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെയായിട്ടുള്ള നമുക്കറിയാം എല്ലാവർക്കും ഒരു കൺസെപ്ഷ്യൽ ലെവലിലുള്ള ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് അറിയാം കൺസെപ്ഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൂടുതൽ. സോ ഒരു 2 years ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ നമുക്ക് എങ്ങനെ ഒരു മോർ ദാൻ 200 എന്നുള്ള രീതിയിൽ, കാരണം നമുക്ക് എപ്പോഴും അറിയാം ഈവൻ ജനറൽ 1F OBC ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു കട്ട് ഓഫ് വരുന്നത് ഒരു 200 ലാസ്റ്റ് ടൈമില് മുന്നത്തെ വർഷം എനിക്ക് തോന്നുന്നു ജൂണിലാണ് തോന്നുന്നു കൂടുതൽ 200 കൂടുതലായിട്ടുണ്ട് ജനറലിന്റെ ഒക്കെ കട്ട് ഓഫ്. സോ നമ്മൾ എയിം ചെയ്യുന്നത് മിനിമം 200 ആണ്. ഓക്കെ, സോ അത് പലരുടെയും കാറ്റഗറി ബേസിലൊക്കെ അവരുടെ JRF നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന്റെ കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും, നിങ്ങൾക്കറിയാം. സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ ടിപ്സ് ഉണ്ട്. ഈവൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ CSE കമ്പ്യൂട്ടർ സയൻസിലെ പേപ്പർ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റും അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസും നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. യെസ്, നമുക്കറിയാം ഡിസംബർ 2025 എന്ന് പറയുമ്പോൾ എഗെയിൻ നമുക്ക് ജൂലൈ സ്റ്റാർട്ട് ആയി. ഇന്ന് ജൂലൈ 3rd ആണ്. സോ ജൂലൈയിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ നമുക്കറിയാം ഒരു 6 മാസം. യെസ്, സോ ഈ ഒരു 6 മാസത്തില് നമ്മൾ എല്ലാ മാസവും നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള ലെവലില് നമ്മുടെ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജൂലൈ ടു ഒക്ടോബർ, ദാറ്റ് ഇസ് ഒരു 4 മന്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോർഷൻസ് ഒക്കെ വൺസ് റിവൈസ് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് നമ്മൾ കവർ ചെയ്തു എന്നുള്ള എൻഷുർ വരുത്തുക. വൈ? ബിക്കോസ് നമ്മൾ ലാസ്റ്റ് 2 മാസം എക്സാം അടുപ്പിച്ച് വരുന്ന നവംബർ ഡിസംബറിലേക്ക് മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് പ്ലസ് PYQ ആയിട്ടുള്ള റിവിഷൻ ആണ്. സോ ഈ ഒരു 4 മാസം കൊണ്ട് മാക്സിമം നമുക്ക് കവർ ചെയ്യുന്നത്, അപ്പൊ 4 മാസം എന്ന് പറയുമ്പോൾ പേപ്പർ 1 പ്ലസ് പേപ്പർ 2 ഉണ്ട്. നമുക്കറിയാം പേപ്പർ 2 ആണ് കുറച്ചും കൂടെ നമുക്ക് വെയിറ്റേജ് വരുന്നത്. പേപ്പർ 1നും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് റീസെന്റ് ഇപ്പൊ നടന്ന എക്സാമില് കുറച്ചും കൂടെ കൊച്ചുങ്ങളെ എന്താ പറയാ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നത് പേപ്പർ 1 ആണെന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് അറിയാൻ പറ്റുന്നത്. സോ പേപ്പർ 1ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ പേപ്പർ 1ൽ തന്നെ ട്വിസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു 5% വരെ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. സോ ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ നോക്കണം പേപ്പർ 1 ആസ് വെൽ ആസ് പേപ്പർ 2 ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടെ കൺസെപ്ഷ്യൽ ലെവലിൽ മനസ്സിലാക്കിയാൽ മാത്രമേ, ഇപ്പൊ നമുക്കറിയാം ഒരു സീക്വൻസ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ്ങും ക്രോണോളജിക്കൽ ഓർഡറും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. സോ അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഈ ജൂൺ ടു ഒക്ടോബറിലുള്ള ടൈമിൽ വേണം. പ്ലസ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ ടൈം ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനും ഇത്ര ടൈം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മളുടെ ഒരു സെൽഫ് അനാലിസിസിന് വേണ്ടി മോക്ക് ടെസ്റ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓൾസോ PYQ നമുക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ, നോട്ട് ഓൺലി UGC നെറ്റ്, എല്ലാ എക്സാമിലും PYQ വലിയ ഒരു എന്താ പറയാ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് നമ്മുടെ പ്രിപ്പറേഷന്റെ. സോ ലാസ്റ്റ് 2 മന്തില് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ-നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു 6 മന്തിലെ നമ്മുടെ അപ്കമിങ് ഡിസംബർ 2025 ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് വരുന്നത്. യെസ്,
നമുക്കറിയാം ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ യെസ് നമുക്കൊരു ബെറ്റർ സ്കോർ കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. പണ്ട് നമ്മൾ പറയുന്ന പോലെ ചുമ്മാ പോയി കറക്കി കുത്തിയാൽ കിട്ടുന്നതല്ല ഇപ്പത്തെ പല ക്വസ്റ്റ്യന്റെ ആൻസറുകളും. വൈ? ബിക്കോസ് ഒരേ പോലെ തോന്നിക്കുന്ന ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്ന എന്താ പറയാ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ നല്ല രീതിയിൽ എന്താ പറയാ പ്രിപ്പറേഷൻ നമ്മളെ ഭാഗത്തുനിന്ന് വേണം. എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന പേപ്പറും കുറച്ച് ലെങ്തി ആണ്. സോ ആ ഒരു ലെങ്തി ആയിട്ടുള്ള പേപ്പർ ആവുന്ന സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ടൈം നമ്മൾ എടുക്കും. ഈവൻ അതിൽ കൂടുതൽ ടൈം വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം പേപ്പർ 1 കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, പേപ്പർ 2 സോ ടൈം നമുക്ക് ഏറ്റവും നമുക്ക് മിസ് ആവുന്നത് എവിടെയായിരിക്കും? കോംപ്രിഹെൻഷനിലായിരിക്കും. സോ ഈ കോംപ്രിഹെൻഷനിൽ തന്നെ നമുക്കറിയാം ഈ പേപ്പർ 2 തന്നെ നമുക്ക് ലാസ്റ്റ് 2 പാസേജ് നമുക്ക് കോംപ്രിഹെൻഷനിൽ വരുന്നതാണ്. അപ്പം കഴിഞ്ഞ തവണ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ നടന്ന എക്സാമ്പിളാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു സ്യൂഡോ കോഡിൽ നിന്ന് വന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഡിസ്ക് ഷെഡ്യൂളിംഗിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഡാറ്റാബേസിലും ആണ് വന്നത്. സോ അതേപോലെ ഒരു സെറ്റ് അതിന് മുമ്പത്തെ വർഷം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പാസേജ് ആയിരുന്നു. സോ അതേപോലെ അവിടെ നമുക്ക് ടൈം കൂടുതലായിട്ട് നമ്മളുടേത് കൈവിട്ടു പോകുന്നത് കോംപ്രിഹെൻഷൻ ഏരിയയിലാണ്. സോ അത് നമ്മൾ വളരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബിക്കോസ് അവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5, 6 എന്നുള്ള ഒരു ലെവലിലായിരിക്കും ഓരോ കോംപ്രിഹെൻഷൻ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഓരോ എക്സാമിന്റെ മോസ്റ്റ്ലി ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ നമ്മൾ പറയാം പൊതുവെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ ക്ലിയർ ആണെന്നാണ്. പക്ഷെ നമുക്ക് അത്രയും കവർ ചെയ്യാൻ ബൈ ചാൻസ് നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ഏതൊക്കെ ടൈപ്പിലാണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്കമിങ് സ്ലൈഡ്സിൽ നമുക്ക് കാണാം. ദെൻ നമ്മുടെ ഏതൊക്കെ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമുക്ക് യെസ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാലോ PYQ ഇല്ലാതെ നമ്മൾ പോവാന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര പോർഷൻസ് നമ്മൾ കവർ ആയിട്ടുണ്ടെങ്കിലും PYQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡിസംബർ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പൊ ജൂണിലെ പിന്നെ ലാസ്റ്റിലെ ഡിസംബർ ജൂണിലെ ഒരു 3എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മൾ കാപ്പബിൾ ആണ്, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ വി ഹാവ് എ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദെൻ ഓൺലി നമുക്ക് ആ ഒരു ടൈം ലിമിറ്റും ക്വസ്റ്റ്യൻ കവറേജും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ അതിനെല്ലാം ഉപരി നമുക്കറിയാലോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡും സ്ലീപ്പും എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ഹെൽത്തും നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ഒരു എക്സാമിന് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് കണ്ടെത്തണം. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ UGC നെറ്റ് JRF, നമ്മളെ മെയിൻ എയിം JRF ആണ്. നെറ്റ് നമ്മൾ ചെറിയ മാർക്കിലാണ് നമുക്ക് പലർക്കും JRF മിസ്സാവുന്നത്. യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ സിലബസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് മാക്സിമം കവർ ചെയ്യാനുള്ള രീതിയിൽ ശ്രമിക്കുക. ബട്ട് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് എൻറ്റയർ സിലബസ് കവർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സീരീസിൽ പല ഏരിയയിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്നത്. സോ നമ്മൾ ഒരു മൊത്തം സിലബസ് ഒറ്റയടിക്ക് ഇരുന്ന് കവർ ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമുക്ക് അത്രയും ടൈം ഇല്ല. 4 മാസത്തിൽ നമുക്ക് എല്ലാം കവർ ചെയ്യണം. 10 സബ്ജക്ട് തന്നെ ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഓൺ നോട്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ നല്ലൊരു സജഷൻ ആയിട്ട് ഞാൻ വരുന്നത്. കാരണം നമ്മളിപ്പം ഏതൊരു കോഴ്സ് ചെയ്യുവാണെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു വീഡിയോസ് പലതും നമ്മൾ റെഫർ ചെയ്യാറുണ്ട് അല്ലെ. സോ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട്സ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് വളരെ റഷിംഗ് ടൈമിൽ അല്ലെങ്കിൽ റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് നമ്മുടെ നോട്ട്സ് ആയിരിക്കും. ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ പാസേജ് ആയിരിക്കും മേ ബി നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു PDF-ന്റെ ബുക്കിൽ. സോ അത്രയും നമുക്ക് വായിക്കുക എന്നുള്ളത് ഈസി അല്ല. സോ നമ്മൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് മൈൻഡിൽ നിൽക്കുന്ന രീതിയിൽ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം നിങ്ങൾ പലരും സ്വന്തമായിട്ട് നോട്ട്സ് എഴുതുന്നവരായിരിക്കും. ഇങ്ങനെ പാരഗ്രാഫ് വൈസ് ഒന്നും നമുക്കറിയാം ലേണേഴ്സ് അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ട് ഇഷ്ടപ്പെടുന്നവരല്ല, ഈവൻ ഞാൻ പോലും. പിന്നെ നമുക്ക് റിവിഷൻസ് ഉണ്ട്. ദെൻ വി ഹാവ് ടു ഡു PYQ ആൻഡ് മോക്ക് ടെസ്റ്റ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് പോവാതെ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുത്തു,
സോ ഇപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണെങ്കിൽ ഒരു ടോപ്പിക്കിന്റെ വളരെ എൻഡിൽ പോവാതെ ഇപ്പൊ നമ്മളൊരു പ്രോട്ടോകോൾ ആണെങ്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിനെ നമ്മൾ സോർട്ട് ചെയ്യുക, പിന്നെ ഇതിന്റെ സീക്വൻസ്, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് TOC ഒക്കെ പോലെ എന്താണ് ട്യൂറിംഗ് മെഷീൻ, എങ്ങനെയാണ് കാണുന്നത് എന്നല്ല നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ട്യൂറിംഗ് മെഷീന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഏതാണ്, സോ അടുത്തത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്, എങ്ങനെ നമ്മൾ ഔട്ട്പുട്ടിൽ എത്തുന്നു, എങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രാമർ അക്സെപ്റ്റ് ആവുന്നു, ഇങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ ബേസിക്കലി എങ്ങനെയാ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്തു എന്ന് അറിയുന്നത് ഒരു കൊച്ചിന് അറിയെങ്കിൽ അത്രയും മതി ശരിക്കും നമുക്ക് അത് ഫോളോ ചെയ്യാൻ, മീൻ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ. സോ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് അല്ലെങ്കിൽ പാറ്റേൺ അനാലിസിസ് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്കമിങ് ഡിസംബർ 2025 ക്വസ്റ്റ്യൻസിനെ നമുക്ക് സുഖമായിട്ട് നേരിടാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാം. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 2 മാർക്സ് ആണ് ഈച്ച്. സോ നമ്മുടെ ടോട്ടൽ വരുന്നത് 200 ആണ്. സോ ദിസ് ഇസ് പേപ്പർ 2, സബ്ജക്ട് സ്പെസിഫിക് ആണ്. നമുക്കറിയാം നെഗറ്റീവ് മാർക്സ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇതായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്ട്സ് ഏതൊക്കെയാണ് നമ്മുടെ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. നമുക്കറിയാം 10 സബ്ജക്ട്സ് ഉണ്ട്. First we have discrete structures and optimization. Second we have computer system architecture. അവിടെ നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് വരുന്നുണ്ട്, ഡിജിറ്റൽ ലോജിക്സിന്റെയും കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. Then we have programming languages and computer graphics. Then database management system, system software and operating system. Then software engineering, data structures, theory of computation and compilers. ഇത് ഒരുമിച്ച് വരുന്നതാണ് compilers എന്നും ഇത്തവണ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ്. Then we have communication and computer networks problems വരുന്ന സീക്വൻസുകളും കൂടുതലായിട്ട് വരുന്ന ഏരിയ ആയിട്ടുണ്ട് ഇപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. Then we have artificial intelligence. മോസ്റ്റ്ലി എല്ലാവർക്കും ഈസി ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അത്രയും പ്രോബ്ലം ലെവലിൽ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചില രീതിയിൽ നമുക്ക് ഫസി ലോജിക്കിന്റെ അവിടെയൊക്കെയാണ് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് വരാറുള്ളത് ബട്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ലെവലിലാണ് അവിടുന്ന് ക്വസ്റ്റ്യൻ വരാറ്. സോ നമുക്ക് ഒരു അനാലിസിസ് നോക്കാം, ഈ ഒരു ഏരിയയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് എത്ര മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഡിസംബർ 2025 നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മോസ്റ്റ്ലി നമുക്ക് 5 to 7 ക്വസ്റ്റ്യൻസ് ആണ് ഒരു റെഗുലർ ആയിട്ട് നമുക്ക് ചോദിച്ച് കണ്ടുവരുന്നത്. സോ ഒരു നിയർലി ഒരു 30 മാർക്സിന് നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നു. Then we have computer graphics. Okay, സോ അവിടെ നമ്മൾ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് ഒരു 14 to 18 മാർക്സിൽ. വളരെ ഈ ഒരു ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വെയിറ്റേജ് വരുന്ന മൊഡ്യൂൾസ് ആണ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ദെൻ നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. സോ ഇതെല്ലാം പിന്നെ TOC ഐ മീൻ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇപ്പൊ ഈ ഒരു 4-5 സബ്ജക്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കോർ സബ്ജക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ കോർ സബ്ജക്റ്റ് നിങ്ങള് കയ്യിൽ ഭദ്രമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ നമ്മുടെ പകുതി ഇത് സോൾവ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതും ഈവൻ പാസേജ് ടൈപ്പിൽ കോംപ്രിഹെൻഷൻ ആയിട്ടും ഇപ്പൊ ഒരു ട്രെൻഡിൽ വരുന്ന ഏരിയ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ്. ഓക്കെ, കഴിഞ്ഞ തവണയും ഇപ്പൊ നടന്ന എക്സാമും ഡിസംബറിലെ എക്സാമും 2024 ജൂണിലെ എക്സാമും എല്ലാത്തിലും നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു കോംപ്രിഹെൻഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഒരു ട്രെൻഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഒന്നെങ്കിൽ അത് ഫസ്റ്റ് കം ഫസ്റ്റ് നമുക്ക് അങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേജ് റീപ്ലേസ്മെന്റ് എന്നായിരിക്കും. ഇത്തവണ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇതൊക്കെ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു 5 സബ്ജക്ട് നമുക്ക് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു 7 to 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് കോമ്പണൻസ് നമുക്ക് അവിടെ KMAP-ന്റെയും അങ്ങനെയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് SOP and POS ഒക്കെ വരുന്നത്. അവിടെ നമുക്കൊരു 7 to 9 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. Then we have counting, mathematical addition and discrete probability. ഒരു 15 questions നമുക്ക് അതിൽ വരുന്നുണ്ട്. Then computer system architecture ഞാൻ പറഞ്ഞു ഈ ഒരു റെഡ് മാർക്ക് ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ സബ്ജക്ട്സ് ആണ്. സോ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ആർക്കിടെക്ചറിൽ നമ്മൾ 7 to 9 ക്വസ്റ്റ്യൻസ് ആണ്. DBMS 8 to 10 ആണ്. ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം 7 to 10. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലേഴ്സിലും ടോട്ടൽ നമ്മൾ
TOC നമ്മൾ 7 to 9 കമ്പൈലറിൽ ഒരു 4 മോസ്റ്റ്ലി ഈ കമ്പൈലറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടാണ് സീക്വൻസ് ലെവല് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് നമുക്ക് പിന്നെ ആംബിഗ്വിറ്റി ചെക്ക് ചെയ്യുക അങ്ങനെ വളരെ എളുപ്പമുള്ള ഏരിയ ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് then we have computer network and data communication 8 to 10 questions ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത് ഒരു 16 to 20 മാർക്സിൽ പിന്നെ AI ആണ് നമുക്ക് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 4 to 6 ഒരു 8 to 12 questions ആണ് വരുന്നത് ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് ഇൻഡെപ്ത് ആയിട്ടുള്ള നമുക്ക് നോക്കാം സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമുക്കറിയാം ഇപ്പം ഒരു ട്രെൻഡിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമുക്ക് അറിയാം നമുക്ക് പ്രൊപ്പോസിഷണൽ ആൻഡ് ഫസ്റ്റ് ഓർഡർ ലോജിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നമുക്ക് ചോദിക്കുന്നത് സെറ്റ് ഡിഫൈൻഡ് ഇക്വലൻസി ചെക്ക് ചെയ്യുന്ന ടൈപ്പിലേക്കാണ് ദെൻ ഗ്രൂപ്പ് തിയറി ഇപ്പൊ നമുക്ക് ചോദിക്കുന്നതാണ് ഇപ്പൊ നമുക്കൊരു G++ അഡീഷൻ മോഡുലോയിലും പിന്നെ മൾട്ടിപ്ലിക്കേഷനിലും അപ്പം ഇത് ഏതൊക്കെ കേസസിലാണ് സെമി ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഓക്കെ സോ ആ രീതിയിൽ വളരെ ഈസിയാണ് വൺസ് നമ്മൾ ഓരോ ഇതിന്റെയും മോണോയിഡ് സെമി ഗ്രൂപ്പിന്റെ ഇതിന്റെയൊക്കെ കണ്ടീഷൻസ് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാൽ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസിന്റെ ഡീവിയേഷനിലായിരിക്കും അതിന്റെ മൊത്തം സിസ്റ്റം മാറുന്നത് സോ ഒരു നോട്ട്സ് വളരെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് തിയറി ഇസ് വെരി ഈസി ഗ്രാഫ് തിയറി നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് പ്ലനാർ ഗ്രാഫ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് അതിന്റെയൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓക്കെ സോ ആ ഫീച്ചേഴ്സ് ഇപ്പൊ നമുക്ക് വരുന്നത് ഒരു ഫിഗേഴ്സ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഗ്രാഫ് ആണ് വെദർ ഈ ഗ്രാഫ് പ്ലാനാർ ആണോ ബൈപാർട്ടേറ്റ് ആവാനുള്ള കണ്ടീഷൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണും പിന്നെ കോമ്പിനേഷൻ നമുക്കറിയാം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഡിസ്ക്രീറ്റ് മാത്തില് അതിൽ നിന്നും ഒരു ലെവൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്നത് ദെൻ കൗണ്ടിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രോബിലിറ്റിയിലെല്ലാം നമുക്ക് വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് നോക്കിയേ എങ്ങനെയാണ് എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ സെറ്റ് തിയറി നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കും ഇപ്പൊ ഗ്രാഫ് തിയറിയിൽ നമ്മൾ പറഞ്ഞ പോലെ പ്ലനാർ ഗ്രാഫ് ഡിഫറെന്റ് ഗ്രാഫ് ഇൻക്രീസിങ് ഓർഡറിൽ ഇതിന്റെ നമ്മള് നമ്പറിന്റെ ബേസിസിൽ ഡിഗ്രിയുടെ ബേസിസിലൊക്കെ ഒക്കെ ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മോഡറേറ്റ് ആണ് പ്രൊപ്പോസിഷണൽ ആൻഡ് ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈസി മോഡറേറ്റ് ലെവലിലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വരാറ് പ്രോബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് ഈസി ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ അവിടെ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മോസ്റ്റ്ലി അവിടെയാണ് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ഹാർഡ് ലെവലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ് ഗ്രൂപ്പ് തിയറി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അത് വെദർ സെമി ഗ്രൂപ്പ് ആണോ മോണോയിഡ് ആണോ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരാറ് അതും സംവാട്ട് ഒരു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത് യെസ് വി ആർ എക്സ്പെക്ടിങ് ദ സെയിം കൈൻഡ് ഫോർ ഡിസംബർ 2025 ഓൾസോ ദെൻ നമുക്ക് വരുന്നത് മൈക്രോ പ്രോസസേഴ്സിൽ നമുക്കറിയാം 8085 8086 ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ അഡ്രസ്സിംഗ് മോഡ് പിന്നെ അതിൽ വരുന്ന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇന്ററപ്റ്റിനെ കുറിച്ചിട്ടുള്ളത് 8085 8086 എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് അത് നോക്കി വെക്കാം അപ്പൊ അഡ്രസ്സിംഗ് മോഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ 8085 7 8086 15 ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇപ്പൊ വരുന്നത് അതിന്റെ ഇപ്പൊ നമ്മള് ആഡ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരുമല്ലോ അതായത് ആഡ് A+B into C ഇപ്പം ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്കൊരു സപ്പോസ് നമുക്കൊരു ഓപ്പറേഷൻ ഇങ്ങനെ നമുക്ക് തന്നിട്ട് എങ്ങനത്തെ ഏതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് ഓക്കെ സോ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെ നമുക്കറിയാലോ ലോഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് വരുന്നുണ്ട് അഡീഷൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മൂവ് ചെയ്യുന്ന അപ്പൊ അങ്ങനെ പല ടൈപ്പിലുള്ള എന്താ പറയാ കമാൻഡ്സ് വരുന്നുണ്ട് സോ ആ രീതിയിൽ നമ്മൾ ഒരു കോഡ് നമുക്ക് തന്നിട്ട് ഔട്ട്പുട്ട് നമ്മളോട് പ്രഡിക്ട് ചെയ്യാൻ പറയാം പിന്നെ 8085 8086 ഫ്ലാഗ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് സോ നമുക്ക് അതൊരു കഴിഞ്ഞ ഡിസംബറിലാണ് സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്കമിങ്ങിലും എക്സ്പെക്ട് ചെയ്യാം ദെൻ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പിന്നെ അതിൽ ഷിഫ്റ്റ് അരിത്തമാറ്റിക് ലോജിക്കൽ റൊട്ടേഷൻസ് സോ ഇതൊക്കെ ജസ്റ്റ് മൈക്രോ പ്രോസസറിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് പഠിക്കേണ്ട ഏരിയസ് ആണ് then we have digital electronics yes ഇവിടെ നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ പേപ്പറിലും കണ്ടുവരുന്നതാണ് കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഡിഫറൻസ് ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നിങ്ങളോട് ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ആൻഡ് അനദർ ഈ ഫുൾ ആഡർ ഹാഫ് ആഡർ ഫ്ലിപ്പ് ഫ്ലോപ്സ് എൻകോഡർ ഡീകോഡർ മൾട്ടിപ്ലക്സർ ആൻഡ് ഡിമൾട്ടിപ്ലക്സർ ഇതിന്റെയൊക്കെ കൺവേർഷൻ പഠിച്ചിരിക്കണം അതായത് ചിലത് 2n ആയിരിക്കും n to 2n ഡിമൾട്ടിപ്ലക്സർ എങ്ങനെ വർക്ക് ചെയ്യുന്നു മൾട്ടിപ്ലക്സർ എങ്ങനെയാണ് എൻകോഡർ എന്താ ചെയ്യുന്നത് അപ്പൊ എല്ലാത്തിന്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ
ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി വെച്ചാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇനി ബൂളിയൻ ആൾജിബ്രയിൽ നമുക്കറിയാം SOP ആൻഡ് POS സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സമ്മിന്റെ ക്വസ്റ്റ്യൻസ് കൺവേർഷനിൽ വരാറുണ്ട്. പിന്നെ മോസ്റ്റ്ലി KMAP വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫിക്കേഷൻ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. KMAP വഴി നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഉള്ള പ്രോപ്പർട്ടീസ് പല ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് കൗണ്ടേഴ്സ് ഏതൊക്കെയാണ്, അതിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ്. ദെൻ വി ഹാവ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, പൈപ്പ്ലൈൻ ആൻഡ് നോൺ പൈപ്പ്ലൈനിങ് പ്രോബ്ലം. ഇത് എല്ലാ തവണയും നമുക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പൈപ്പ്ലൈനിൽ. പിന്നെ വി ഹാവ് കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ട്, ഹാർഡ്വെയർ ഓർ മൈക്രോ പ്രോഗ്രാമിംഗ്, റിസ്ക് സിസ്റ്റം. ഇതിന്റെ എല്ലാം നമ്മൾ എന്താ പറയുക ഡിഫറൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ഔട്ട് ചെയ്ത് നോക്കേണ്ടത്. ദെൻ വി ഹാവ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ദെൻ പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ടും ഇന്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള. സോ ഇതിന്റെ എല്ലാം കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ, അതാണ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ദെൻ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചെറിയ രീതിയിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ്, അസോസിയേറ്റീവ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ്, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാഷിലുള്ള ഈ ഒരു ഏരിയയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ഇതിലെ ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാന്ന് നോക്കാം. പൈപ്പ് ലൈനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ടൈപ്പ് ആണ്, അതൊരു ഹാർഡ് ലെവലിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഡിജിറ്റൽ നമ്പർ സിസ്റ്റം, അത് 1 ക്വസ്റ്റ്യൻ ആണ്, ഒരു ഈസി ലെവലാണ് വരാറ്. ദെൻ മെമ്മറി റെഫറൻസിൽ ഇൻസ്ട്രക്ഷൻ ടൈപ്പിൽ 1, KMAP നമുക്ക് വരുന്നത് 1 ഈച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഫിക്സഡ് പോയിന്റ് മൾട്ടിപ്ലിക്കേഷൻ, ക്യാഷിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നത്. ബൂളിയൻ അൾജിബ്രയുടെ ലോ, ഇത് നമുക്ക് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് അത് ഒരു ഈസി ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ഏരിയ ചോദിക്കുക. പിന്നെ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീന്റെ ക്വസ്റ്റ്യനും വളരെ ഈസി ആണ്. പിന്നെ വളരെ ചില പേപ്പേഴ്സിലൊക്കെയാണ് അതൊരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരുപാട് നമ്മൾ എന്താ പറയുക ചിന്തിച്ചിരിക്കേണ്ട ബുദ്ധിമുട്ട് വരാറില്ല. ഓക്കെ, ദെൻ ഈ ഒരു ഏരിയയിൽ അതായത് മൾട്ടി പ്രോസസ് മീൻ ഇനി ഇവിടെ വരുന്നത് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും COAയിലും നമ്മൾ പറഞ്ഞ മൈക്രോ പ്രോസസറിലും കൂടെ വരുന്ന ഏരിയാസ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസസിൽ എവിടേക്കാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത്. ആക്സസ് ടൈമിന്റെ സീക്വൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ ലൈഫ് സൈക്കിള്, ബൂളിയൻ ഫംഗ്ഷനും മാനിപ്പുലേഷൻ, ഇതൊക്കെ നമുക്ക് വളരെ ഈസി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു 9 ആ ഒരു ലെവലിലേക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ഇനി അടുത്ത സബ്ജക്ട് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കേസിലും നമുക്ക് ഒരു സെറ്റ് ഓഫ് കോഡ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യുന്ന രീതിയിലാണ്. സോ ഇവിടെ വരുന്നത് ലാംഗ്വേജിന്റെ ഡിസൈൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഇഷ്യൂ, എലിമെന്ററി ഡാറ്റ ടൈപ്സ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, 2D geometrical transforms and viewing, 3D object representation, geometric transformations and viewing. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമുക്കറിയാലോ, ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യുക. ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരാറ്. ഇനി ഗ്ലോബൽ വേരിയബിളിനെ കുറിച്ച്, ഫ്രണ്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് ഒക്കെയാണ് നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ദെൻ വി ഹാവ് എ സ്റ്റാക്ക് ഫ്രെയിം, എല്ലാം 1 ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫയൽ ഫംഗ്ഷൻസ്, ഫയലൊക്കെ നമുക്ക് പൊതുവെ ചോദിച്ചിരിക്കുന്നത് ഈ ഫയലിൽ ഓപ്പൺ ഓഫ് എന്താണ്, ക്ലോസ് ഓഫ് എന്താണ്, അപ്പൊ ഈ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമുക്ക് വരുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ കുറച്ചും കൂടെ മോഡറേറ്റ് ലെവലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, നമുക്ക് എത്ര ലൂപ്പ്, പിന്നെ എത്ര പ്രാവശ്യം നമുക്ക്, അതെല്ലാം നമുക്ക് വരുന്നത് കോഡിങ്ങിലാണ്. ഓക്കെ, നമുക്കൊരു സെറ്റ് ഓഫ് ഒരു സ്യൂഡോ കോഡ് തന്നിട്ട് എത്ര പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നു, എത്ര പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ സ്കാൻ കൺവീഷൻ. നമുക്കറിയാലോ അവിടെ റാസ്റ്റർ സ്കാനും ഉണ്ട്, റാൻഡം സ്കാനും ഉണ്ട്. സോ ആ ഒരു കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരുപാട് ടൈപ്സും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗ്രാഫിക്സ് 2D വ്യൂയിങ് സീക്വൻസ് വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സ് ഇലക്ട്രോണിക് ബീം വരുന്നുണ്ട്. ദെൻ മോഡേൺ പ്രോഗ്രാമിംഗ് തിയറി. സോ ഇതെല്ലാം ഒരു നോർമൽ ലെവലിലാണ്. ഈ ഒരു സ്കാൻ കൺവേർഷന്റെ ഇതിലാണ് കുറച്ചും കൂടെ ഹാർഡ് ലെവലായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നമുക്കറിയാം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആർക്കിടെക്ചേഴ്സ്,
എസ്ക്യുഎൽസ്, DDL, DML അങ്ങനത്തെയൊക്കെ കാര്യങ്ങള്, DDL, DML, ഓക്കെ. ദെൻ നമുക്ക് അടുത്ത് വരുന്ന എങ്ങനെയൊക്കെയാണ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡാറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നോർമലൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷണൽ ഡാറ്റാബേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, NoSQL ഉള്ള ഏരിയാസ്. സോ എങ്ങനെയാണ് ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഈസി ലെവലിലായിരിക്കും നമുക്ക് അതിന്റെ കൺകറൻസി ചെക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കണ്ടീഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ എന്താണ്, ഏതൊക്കെയാണ് ആസിഡ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഈസി. ആൻഡ് DML ഇൻസേർട്ട് കമാൻഡ്സ്, ഈ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കമാൻഡ് ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ഡാറ്റാബേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടേബിളിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ കമാൻഡ്സും മിനിമം ഓരോ കമാൻഡ്സും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നെങ്കിലുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് നോർമലൈസേഷൻ നമുക്കറിയാം, എന്താ ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ്, then we have BCNF, again we have fourth normal form and fifth normal form. ഓരോ നോർമൽ ഫോം എന്തിനാണ് ജോയിന്റ് ആയിട്ട് വരുന്നത്, പ്രൊജക്ഷൻ ആയിട്ട് വരുന്നത്, ഇതെല്ലാം പഠിച്ചു വെക്കണം. ബിക്കോസ് ഇവിടേക്ക് നമുക്ക് മാക്സിമം മാച്ച് ദ ഫോളോയിങ്ങിൽ വരെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയ ആണ്. ദെൻ വി ഹാവ് ഡിഗ്രി ഓഫ് റിലേഷണൽ തിയറിയുടെ ഡിഗ്രി കാണുന്നത്, പിന്നെ കീസിനെ കുറിച്ചുള്ള ഐഡിയ. മോസ്റ്റ്ലി നമുക്ക് കീയിൽ നമുക്ക് ചോദിക്കുന്നത് ഫോറിൻ കീ, ദെൻ കാൻഡിഡേറ്റ് കീ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതൊക്കെ പഠിച്ചു വെക്കുക. ദെൻ ഹഡൂബിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, അപ്പാച്ചെ പിഗ്, അപ്പാച്ചെ മഹോട്ട്, പിന്നെ ഹഡൂബ്. ഇപ്പൊ ഇങ്ങനത്തെ പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ഡാറ്റാബേസിന്റെ ഡിസൈൻ ചെയ്യുന്നത്, വെയർ ഹൗസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വളരെ ഈസി. അപ്പൊ ഇതിലൊരു ഹാർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി കാണുന്നതും ഡാറ്റ വെയർ ഹൗസിൽ വരുന്ന ക്വസ്റ്റിനേ ഉള്ളൂ. അപ്പം DBMS വളരെ ഈസി ആണ്, ഒന്ന് റെഫർ ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പൊ ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു റിവിഷൻ ടൈമിലൊക്കെ നല്ലപോലെ അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും ഡിസംബറിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ SQL വരുന്ന ഇൻസേർട്ട് കമാൻഡും മോസ്റ്റ്ലി മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ആൻഡ് ഇറ്റ് വിൽ ബി ഈസി. ദെൻ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ CSEയുടെ കോർ സബ്ജക്റ്റിൽ ഒന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ, ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, CPU ഷെഡ്യൂളിംഗ്, അതിൽ തന്നെ നമുക്ക് FIFO, SJF, റൗണ്ട് റോബിൻ, അതിൽ തന്നെ പ്രിയംപ്റ്റീവ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ് ടൈപ്പില്. ദെൻ വി ഹാവ് ത്രെഡ്, പ്രോസസ് മാനേജ്മെന്റ്, സ്റ്റോറേജ് മാനേജ്മെന്റ്, ഡെഡ്ലോക്ക്, ഡിസ്ക് ഷെഡ്യൂളിംഗ്. ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ വർഷം ചോദിച്ചിരിക്കുന്നതാണ്, ഈ ഒരു ജൂണിൽ ചോദിച്ചാണ്, റെയ്ഡിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡിഫറെന്റ് ലെവല്. ഡിസ്ക് ഷെഡ്യൂളിംഗ് നമുക്ക് ഈ ഒരു ജൂണിൽ ചോദിച്ച ഏരിയ ആണ്. ട്രാക്ക് സെക്ടേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും സീക്ക് ടൈം, ആക്സസ് ടൈം ഇത് കാണുന്നത് ട്രാക്ക് ബേസിസിൽ അല്ലെങ്കിൽ സർഫേസ് ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. മാത്രമല്ല ആ ഒരു വരുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേൺ മോർ ഓർ ലെസ് സിമിലർ ആയിരിക്കും. സോ ഈ ഒരു സിമിലർ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം കാണുമ്പോൾ തന്നെ ഓരോന്നിന്റെ വാല്യൂസ് എടുത്ത് എഴുതാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പേജ് റീപ്ലേസ്മെന്റ് നമുക്കറിയാലോ, ഇത് ഒരു ഈസി ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവും LRE ഒപ്റ്റിമലും, ഇതിൽ ഏതാണ് ബെറ്റർ, ഏതാണ് ലെസ് പേജ് ഫോൾട്ട്, നമ്പർ ഓഫ് പേജ് ഫോൾട്ട് കാണുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാറ്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എല്ലാം 1 മാർക്കിനാണ് നമുക്ക് ചോദിച്ചു വരുന്നത്. റെയ്ഡിന്റെ 1 മാർക്ക്, ഡിസ്ക് ഷെഡ്യൂളിംഗ്, സി ലുക്ക്, ഇതാണ് നമുക്ക് ഇപ്പൊ കോംപ്രിഹെൻഷൻ ആയിട്ട് ഇത്തവണ ചോദിച്ചിരിക്കുന്ന ഏരിയ ആണ് കോംപ്രിഹെൻഷനിൽ. പിന്നെ പേജിങ്ങും ഇതും നമുക്ക് കോംപ്രിഹെൻഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഷെഡ്യൂളിംഗ് എല്ലാ ടൈമിലും നമുക്ക് ഒരു കോംപ്രിഹെൻഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇതൊരു തിയറി ടൈപ്പിലായിരിക്കും, പ്രോസസ്സസിന്റെയും പിന്നെ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ചോദിക്കാറ്. ഇതും നമുക്ക് എല്ലാ പ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആണ് പ്രോസസ് ഷെഡ്യൂളിംഗ്, ഡിസ്ക് ഷെഡ്യൂളിംഗ്, പിന്നെ പേജ് റീപ്ലേസ്മെന്റിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് എന്ത് വന്നാലും അത് വിടാതെ പഠിച്ചിട്ട് പോണം. ദെൻ നമുക്ക് വരുന്നത് ഈസി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ പറയുമ്പോൾ വളരെ ഈസി ഏരിയ ആണ്. നിങ്ങൾക്ക് വളരെ ആസ് എ CSE സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ എന്തായാലും ഉണ്ടാവും, സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ പ്രോസസ് ചെയ്യുന്നു. സോ അതിൽ ചെറിയ രീതിയിലുള്ള ഒരു ആഡ് ഓൺ ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ സബ്ജക്ട് റിവിഷൻ ടൈമിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന സബ്ജക്ട് ആണ്. കാരണം ലാസ്റ്റിലേക്ക് പഠിച്ചാലും ഓക്കെ ആണ്. ഓക്കെ, ബിക്കോസ് നമ്മൾ ബിടെക്കിലെ പഠിച്ചു വരുന്ന
സോഫ്റ്റ്വെയറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾസ് ഏതൊക്കെയാണ്, മോഡൽസ് ഏതൊക്കെയാണ്. ഇതിൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് കോക്കോമോ മോഡൽ ഏരിയയിൽ നിന്നാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോക്കോമോ മോഡലിന്റെ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ഒരു ട്രെൻഡിൽ ചോദിച്ചു കാണുന്നത്. ഓക്കെ, ഇവിടെ പ്രോസസ് മോഡൽസ് നമുക്ക് നോക്കാം. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ കാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ, സീക്വൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സീക്വൻസിൽ. പിന്നെ എന്തൊക്കെയാണ് റിക്വയർമെന്റിന്റെ ബേസിസിൽ നമ്മൾ ഒന്നെങ്കിൽ അത് സീക്വൻസ് ആയിട്ട് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇതിൽ ഓഡ് ഔട്ട് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. എസ്റ്റിമേഷൻ മോഡൽ ഇവിടെ നമുക്ക് വരുന്നത് കൊക്കോമോ മോഡൽ ആണ്. ദെൻ ഇതൊക്കെ ഡിഫറെന്റ് മോഡൽസ് ആണ്. സ്പൈറൽ, പ്രോട്ടോടൈപ്പ്, ഇൻക്രിമെന്റൽ, അജൈൽ മോഡല്. ഞാൻ അധികം കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ മാം എടുത്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ജാക്സൺ പ്രിൻസിപ്പിൾ, അതാണ് ചെറിയ രീതിയിൽ ഒരു ഹാർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ വരുന്നത്. റിസ്ക് മാനേജ്മെന്റ്, യെസ്, ഇവിടെ നമുക്ക് എന്താ പറയാ പ്രോട്ടോടൈപ്പിംഗ് മോഡലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സ്പൈറൽ മോഡല് അതൊക്കെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ റിവ്യൂ ചെയ്യുന്ന എങ്ങനെയാണ് ടിൽ ഡിപ്ലോയ്മെന്റിൽ ലെവൽ, എല്ലാം ഈ ഒരു ഏരിയയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് 1 or 2 days നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ റിവിഷൻ പ്ലസ് PYQ ചെയ്താൽ ഈ ഒരു സബ്ജക്ട് വളരെ ഈസി സബ്ജക്റ്റ് ആണ്. ദെൻ വി ഹാവ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം. ഇവിടെ നമുക്ക് വരുന്നത് പെർഫോമൻസ് അനാലിസിസ്, പിന്നെ റെക്കറൻസ് റിലേഷൻ, പിന്നെ ഗ്രാഫ് അൽഗോരിതം, കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് അൽഗോരിതം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. സോ ബൈനറി ട്രീയിൽ നിന്ന് യെസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉറപ്പാണ്, ഈസിയാണ് ചോദിക്കുന്നതും. റെക്കറൻസ് റിലേഷൻ നമ്മൾ ഒന്നെങ്കിൽ കോംപ്ലക്സിറ്റി കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു തന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഏതാണ് റെക്കറന്റ് റിലേഷൻ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നത് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന, കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദിക്കാറ്. പിന്നെ ഈ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചിന്റെ ഒക്കെ മോസ്റ്റ്ലി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെ ഒരു പ്രോബ്ലം തന്നിട്ട് വളരെ ഈസി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തരാറ്. പിന്നെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ ഈസിയാണ്. അല്ലാതെ നമുക്കൊരു പ്രോബ്ലമാറ്റിക് ഒക്കെ ആയിട്ടാ വരുന്നെങ്കിൽ ചില ടൈമിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് പ്രോബ്ലം ടൈപ്പിൽ ചോദിക്കുമ്പോൾ കണ്ടുവരാറുണ്ട്. പിന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ, ഇനോർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ഇതെല്ലാം നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്നോട് തന്നിട്ട് ഒരു കൺവേർഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ആളാണ് ആര്, നമ്മുടെ ഈ റെഡ് ബ്ലാക്ക് ട്രീ. AVL ട്രീ എന്താണ്, ബി ട്രീ എന്താണ്. ഈ ബി ട്രീ B+ ട്രീന്ന് നമുക്ക് ഇടയ്ക്ക് നമ്മൾ പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് പ്രോബ്ലംസും വരാറുണ്ട്, അതും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ദെൻ സോർട്ടിംഗ് ആണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോർട്ടിംഗ്, അതും മാച്ച് ദ ഫോളോയിങ്ങിൽ കോംപ്ലക്സിറ്റി. അപ്പം എന്റെ ഒരു ഇതില് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാല് എല്ലാ സോർട്ടിങ്ങിന്റെയും എന്ത് പഠിക്കുക, സെർച്ചിങ്ങിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റി പഠിക്കുക. അത് എനിക്ക് തോന്നുന്നു ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും പഠിച്ചു വയ്ക്കാം. പിന്നെ ക്യൂ ആവുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യൂ, സർക്കുലർ ക്യൂ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പുള്ള PYQ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈസിയാണ് ഇവിടുന്ന് വരുന്ന ലെവൽ ക്വസ്റ്റ്യൻസ്. ചില ഗ്രാഫ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മേ ബി ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരിക. ബട്ട് ഈ പേപ്പർ വളരെ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻസ് വിടാതെ നിങ്ങൾ ചെയ്യുകയും വേണം ഡിസംബർ. ഇനി നമുക്ക് TOC നമുക്കറിയാലോ, ചോംസ്കി ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താ പറയാ ഒരു കോർ കൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു തിയറി ഓഫ് ഓട്ടോമാറ്റയുടെ. അതിലെ 4 സ്റ്റേജ്, ഫൈനൈറ്റ് ഓട്ടോമാറ്റ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ്, പിന്നെ റിക്കർസീവ് ആയിട്ടുള്ളത്, അതെല്ലാം നമുക്ക് വരുന്നത്. പിന്നെ ഡിസൈഡബിലിറ്റി, അൺഡിസൈഡബിലിറ്റിയുടെ ടേബിൾ വരുന്നുണ്ട്, ഓരോരോ കണ്ടീഷനിൽ വരുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, ആംബിഗ്വിറ്റി ചെക്ക് ചെയ്യുന്നത്. ദെൻ ഒരു ഗ്രാമർ, ഇപ്പൊ നമുക്ക് ഒരു ട്രെൻഡിൽ വരുന്ന ഒരു ഗ്രാമർ തന്നിട്ട് അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണോ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണോ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. ഇനി കമ്പൈലർ ഡിസൈനിൽ നമുക്കറിയാം സിന്റാക്ടിക്, സെമാന്റിക്, ഇതൊക്കെ അതിലെ സ്റ്റെപ്സ് ആണ്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, പാർസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയുടെ പവർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. LL പാസർ, LR, SLR, LALR, CLR, പവർ ഇൻക്രീസ് ആവുന്നതിന്റെ ഓർഡർ ഒക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇപ്പൊ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫോളോ, വളരെ ഈസി ആയിട്ടുള്ള ഏരിയ എന്നാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ ഓപ്പറേറ്റർ, പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റ്, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ ഒരു എക്സ്പ്രഷൻ, ഒരു ട്രീ നമുക്ക് തന്നിട്ട് വാല്യൂ ഫൈൻഡ് ഇട്ട് ഈസി ലെവലിലാണ് ആംബിഗ്വിറ്റി ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ ഈ അടുത്ത് നമുക്ക്
ലാസ്റ്റ് ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടെന്ന് വേണേൽ നമുക്ക് പറയാം, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇതിൽ നിന്ന്. പിന്നെ കമ്പ്യൂട്ടർ കോംപ്ലക്സിറ്റി, NP ഹാർഡ്, NP കംപ്ലീറ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ രീതിയിലുള്ള കുറച്ച് ഡീറ്റെയിൽ നമ്മൾ പഠിച്ചാൽ മതി, ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാവുന്നുള്ളൂ. പമ്പിംഗ് ലെമ്മ, അതാണ് നാം പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇതിന്റെ വർക്കിങ്ങിന്റെ സീക്വൻസ്, അപ്പൊ വൺസ് ആ സീക്വൻസ് എങ്കിലും പഠിച്ചു വെക്കുക, അതിന്റെ എൻറ്റയർ ഇത് എന്താ പറയാ ഇൻഡെപ്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും. ഇനി മാച്ചിങ്, കമ്പൈലർ ഡിസൈനിന്റെ മാച്ചിങ്, അതായത് സ്റ്റെപ്പിൽ കമ്പൈലർ ഡിസൈൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണത്. പിന്നെ വി ഹാവ് കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് സീക്വൻസ്, അതും നമുക്കൊരു ഈസി ലെവലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ചോംസ്കിയുടെ നോർമൽ ഫോം, ഓക്കെ, സോ ചോംസ്കി നോർമൽ ഫോം, ഗാബ്രിനീച്ച് നോർമൽ ഫോം, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഏതൊക്കെയാണ് ടെർമിനൽ, ഏതൊക്കെയാണ് നോൺ ടെർമിനൽ, എങ്ങനെയാ വരുന്നത്, അപ്പൊ ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാമർ, പിന്നെ DFAയിൽ നിന്ന് നമ്മൾ NFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ NFA ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ലെസ് ആയിട്ടുള്ള സ്റ്റേജസ് എത്രയാണ്, എത്ര നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടാവും, ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പിലാണ് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നത്. അപ്പൊ ഒരു മോഡറേറ്റ് ലെവലാണ്, ഹാർഡ് എന്നും പറയാൻ പറ്റില്ല, ഈസി എന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത സബ്ജക്ട് വരുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇവിടെ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, നെറ്റ്വർക്ക് മോഡൽസ്, OSI ആൻഡ് TCP/IP, വേൾഡ് വൈഡ് വെബ്, സെക്യൂരിറ്റി, മൊബൈൽ ടെക്നോളജി, ക്ലൗഡ്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയയിൽ വരുന്ന കുറച്ച് ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് ഈ ടേബിളിൽ ഉള്ളത്. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. അത് മോസ്റ്റ്ലി ഒരു സീക്വൻസ് ടൈപ്പിലേക്കാണ് നമ്മൾ ചോദിച്ചു കണ്ടിരിക്കുന്നത്, ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ. ദെൻ CSMA/CD, ഇത് ന്യൂമറിക്കലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ്. ദെൻ നോയ്സ്ലെസ് ആയിട്ടുള്ള ചാനൽ, അവിടെ നമുക്ക് മോസ്റ്റ്ലി ഇതൊരു പ്രോബ്ലം ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്നത്. എല്ലാം റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഏരിയാസ് ആണ്. എറർ ഡിറ്റക്ഷൻ ആൻഡ് ഹമ്മിങ് ഡിസ്റ്റൻസ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ അത് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ സ്ട്രെസ് ചെയ്യണം പഠിക്കുന്ന ടൈമില്. ദെൻ മൊബൈൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക്, മാനറ്റും വാനറ്റിന്റെ ഡീറ്റെയിൽ പഠിക്കണം. ഫയർവാൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫയർവാളിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഒന്ന് നോക്കി വെക്കാം. പിന്നെ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ഏതൊക്കെയാണ്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോബ്ലം ആയിരിക്കും, കുറച്ചും കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ മേ ബി നമുക്ക് പറയാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സീക്വൻസ് ലെവലിലും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത്. ദെൻ DHCPയുടെ സീക്വൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ വരുന്നത് നമുക്കറിയാം, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾസ്, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, പാക്കറ്റ് സീക്വൻസില്, ഫ്ലഡിങ് ആൻഡ് പ്രസന്റേഷൻ ലെയർ. അപ്പൊ മോസ്റ്റ്ലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നിട്ട് ഇപ്പൊ നമ്മൾ ലെയേഴ്സ് പറഞ്ഞല്ലോ, അപ്പൊ ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ് മീൻ ഈ ഒരു ലെയർ ഈ ഫംഗ്ഷൻ ആണോ, ഈ ലെയർ ഈ ഫംഗ്ഷൻ ആണോ, അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പാണ് നമുക്ക് ചോദിക്കാറ്. പാക്കറ്റ് എങ്ങനെയാണ് ഒരു ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നു, അവിടെ എത്തി, അക്നോളജ്മെന്റ് വന്നു, അപ്പൊ ഈ രീതിയിലുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഹാർഡ് ലെവലിലൊന്നും ഈ ഒരു സീക്വൻസ് ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ഓക്കെ. ദെൻ വി ഹാവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാലോ, ഞാൻ നേരത്തെ ഇത് പറഞ്ഞതുപോലെ, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗ്ലാൻസിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 2-3 hours പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അവിടെ അപ്രോച്ചസ് ടു AI, ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് സീക്വൻസ് ടൈപ്പും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. NLP വരുന്നുണ്ട്, മൾട്ടി ഏജൻസ്, ഫസി സെറ്റ്സിൽ നിന്നാണ് നമുക്ക് കുറച്ച് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ജനറ്റിക് അൽഗോരിതത്തിന്റെയും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഡിംഗിൽ നിന്നും ചില ടൈമിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്, നോട്ട് ചെയ്യാം. പിന്നെ ANN എന്താണ്. സോ ന്യൂറൽ നെറ്റ്വർക്കിൽ നിന്നാണ് നമുക്ക് ഹാർഡ് ആയിട്ട് ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാറ്. പിന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം വരുന്നുണ്ട്. പിന്നെ ക്ലാസ് പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു സെറ്റ് വരുന്നുണ്ട്, ഒരു സീക്വൻസ്. എന്താണ്, എയുടെ പ്രോപ്പർട്ടീസ് നോക്കി വെക്കാം. നോളേജ് റെപ്രസെന്റേഷൻ, മാച്ച് ദ ഫോളോയിങ്. സോ എയുടെ ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫസി ലോജിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മോസ്റ്റ്ലി നമ്മളിപ്പോ ക്രോസ് ഓവർ, മ്യൂട്ടേഷൻ അങ്ങനത്തെ ഒക്കെ ഇതിലാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കണ്ടത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏജൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിസംബറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ബിക്കോസ് ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ ചില ടൈപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കഴിഞ്ഞ ഡിസംബറിലോ ജൂണിലോ നമുക്കത് കോംപ്രിഹെൻഷൻ ആയിട്ടും വന്നിട്ടുണ്ട്. സോ കോംപ്രിഹെൻഷൻ ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡാറ്റാബേസ്,
ദെൻ നമ്മള് ഈ ഒരു ഇത് അതായത് ഇപ്പൊ നമ്മൾ സ്യൂഡോ കോഡിൽ നിന്ന് വരെയുള്ള ടൈപ്പ് കോംപ്രിഹെൻഷൻസ് വന്നിരിക്കുന്നു. സോ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. സോ ഇനി നമ്മൾ ഇത്രയാണ് നമ്മൾ ഡിസംബറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ജൂണിൽ കഴിഞ്ഞ ഒരു ചെറിയ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. മോഡറേറ്റ് ലെവൽ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ പറഞ്ഞു ഒരു ലെങ്തി ആയിരുന്നു. സോ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ടൈപ്പും ആൻഡ് മാച്ച് ദ ഫോളോയിങ്, ഇതാണ് നമ്മുടെ ഇപ്പത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഐഡിയ. അതായത് കൺസെപ്ച്വൽ ലെവലിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇത്തവണത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഔട്ട് ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ DBMS നോർമലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ഇത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കൊക്കോമോ മോഡലുള്ള പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ഹേയില് ഡാറ്റ മൈനിങ് ആൻഡ് നോളേജ് റെപ്രസെന്റേഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾക്ക് കോംപ്രിഹെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്രിഹെൻഷനിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിന്റെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ വന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, പിന്നെ കമ്പൈലർ ഡിസൈനർ നമുക്ക് കോംപ്രിഹെൻഷനിൽ വന്നിട്ടുണ്ട്. ദെൻ COA ഫെച്ച് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് ലെവലിൽ ചോദിക്കുന്നതാണ്. എയില് ജനറ്റിക് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സും അതിന്റെ ഫംഗ്ഷൻസും. DBMS കാൻഡിഡേറ്റ് കീ എങ്ങനെയാണ് വരുന്നത്. TOC നമ്മുടെ റെഗുലർ ഗ്രാമർ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ വന്നിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മൾ കൺവേർഷനും ഉണ്ട്. പിന്നെ നമുക്ക് എത്രയാണ് നെറ്റ്വർക്ക് വരുന്നത്, ഇതിന്റെ ഇത് ഏതൊക്കെയാണ്, നെറ്റ്വർക്ക് അഡ്രസ് എന്താണ്, IP അഡ്രസ് എന്താണ്, അങ്ങനത്തെ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചറിൽ ഓവർലോഡിംഗ് ഓവർ റൈഡിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് വെരിഫിക്കേഷൻ നമുക്ക് വരുന്നതാണ്. പിന്നെ ഡിസ്ക്രീറ്റ് മാത്തിലെ വെൻ ഡയഗ്രാം വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ലോജിക്കില് ബൂളിയൻ സിംപ്ലിഫിക്കേഷൻ നമുക്കറിയാം, അവിടെ SOP ആൻഡ് POS ആണ്. നിങ്ങൾ ഡിസംബറിലെ പ്രിപ്പറേഷനിലും ഈ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. ബിക്കോസ് KMAP വഴി നമുക്ക് ബൂളിയൻ ആൾജിബ്ര ബൂളിയൻ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കറിയുന്ന ലോസ് വഴി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. കമ്പൈലർ ഡിസൈനിൽ നിന്നുള്ള ഈ ഒരു പവറിന്റെ ക്വസ്റ്റ്യൻ എല്ലാ ടൈമിലും വരുന്നതാണ്. ദെൻ കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്, ലോ കൊഹിഷൻ ആണോ ഹൈ കൊഹിഷൻ ആണോ ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടത്. ഓക്കെ, പിന്നെ റേഡിന്റെ ലെവൽ, ഇപ്പൊ നമ്മൾ നേരത്തെ സ്ട്രെസ് ഔട്ട് ചെയ്ത എല്ലാ ഏരിയസും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി പോണം ഡിസംബറിലെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, then we have COL കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ 3 അഡ്രസ് കോഡ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ കാവിലിയൻ ക്യാബിനറ്റ്. അപ്പൊ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പ് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ നമുക്ക് ഇത് പഠിക്കാനുണ്ട്. ഇതില് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നിങ്ങൾക്കറിയാം ഓർത്തോഗ്രാഫിക്കും പിന്നെ പാരലൽ ഉണ്ട്, അതിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റൗണ്ട് റോബിൻ സെമാഫോർ ഒക്കെ നമുക്ക് എപ്പോഴും റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയ ആണ്. റിലേഷണൽ ആൾജിബ്ര, ടോട്ടോളജി ചെക്ക് ചെയ്യാൻ, വെദർ തന്നത് ടോട്ടോളജി ഫോളോ ചെയ്യുന്നുണ്ടോ, കോൺട്രഡിക്ഷൻ ആണോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞാല് ഏജന്റ് ഗ്രീഡി അപ്രോച്ച്. അപ്പൊ ഈ അൽഗോരിതത്തിൽ പല ടൈപ്പ് ഉണ്ട്. മിനിമം സ്പാനിങ് ട്രീ ഉണ്ട്, ഗ്രീഡി വരുന്നുണ്ട്, ഡിവൈഡ് ആൻഡ് കോൺക്വർ. അപ്പൊ ഈ ഒരു പല മെത്തേഡും ഓരോ അൽഗോരിതംസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. പിന്നെ ബാലൻസ് ട്രീ, ഇതൊക്കെ ഞാൻ ഓൾറെഡി സ്ട്രെസ് ചെയ്ത നമ്മൾ പറഞ്ഞ ഏരിയസ് ആണ്. അവിടെ നിന്നൊക്കെയാണ് ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതും. പിന്നെ COAയിൽ നമുക്കറിയാം മെമ്മറിയുടെ ഹയറാർക്കി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സസ് ടൈമിനനുസരിച്ച് നമുക്കത് സീക്വൻസ് ചെയ്യാനും അലൈൻ ചെയ്യാനും ഒക്കെയാണ്. റെഗുലർ എക്സ്പ്രഷൻ ആണ് TOC വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഡിസംബറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏരിയാസിൽ നിന്നുള്ള വളരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ജൂണിൽ ഇപ്പൊ നമ്മൾ ഒരു അനാലിസിസിൽ നമ്മൾ കണ്ടു, എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ കണ്ടു. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ ബൈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ അനാലിസിസിൽ. അപ്പം കൺസെപ്ഷ്യൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്രോണോളജിക്കൽ ആയിട്ട് മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, അപ്പൊ എപ്പോഴും സീക്വൻസ് ലെവലിലും മാച്ച് ദ ഫോളോയിങ് നമ്മൾ ഇങ്ങനെ കണ്ടുവരികയാണ് ആ ഒരു ഓർഡർ അനാലിസിസിനും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ആകുമ്പോൾ നിങ്ങളെ വെരി ബേസിക് ആയിട്ടുള്ള നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാലോ ഒരു എക്സാമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഡെഡിക്കേഷൻ, എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഇത് വേണം. അപ്പൊ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ആവശ്യമുള്ള ടൈം കൊടുക്കുക. ഒരു സബ്ജക്ട് ഈസി ആയിട്ടും PYQ ചെയ്താലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് ടൈം ആ സബ്ജക്റ്റിൽ സ്പെൻഡ് ചെയ്യരുത്. കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള OS, ഡാറ്റാബേസ്, TOC ആൻഡ് കമ്പൈലർ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ സെക്കൻഡറി ആയിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മുടെ AIയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നോക്കിയാൽ മതി. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഡിസ്ക്രീറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. സോ ഇങ്ങനെ നിങ്ങളൊരു സെഷൻ ആക്കി വെക്കുക. ആദ്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ചെയ്യേണ്ടത് ഏതാണോ അത് റിവൈസ് ചെയ്യാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്കറിയാലോ നമ്മൾ ഒരു പെർട്ടിക്കുലർ റൈറ്റ് സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ യു ക്യാൻ acquire this upcoming
അപ്കമിങ് ഡിസംബർ 2025 JRF. സോ നിങ്ങളുടെ ടൈം എല്ലാം മാനേജ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസിലൂടെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എല്ലാ രീതിയിലുള്ള ഒരു ഡെഡിക്കേഷനും എഫേർട്ടും ഒക്കെ ഹാർഡ് വർക്കും നിങ്ങളെ ഭാഗത്ത് നിന്ന് എടുത്താൽ നമുക്ക് സക്സസ്ഫുള്ളി ഈ ഒരു അപ്കമിങ് ആയിട്ടുള്ള ഡിസംബർ 2025 എക്സാംസ് നമുക്ക് ഫേസ് ചെയ്യാം. യു വിൽ വിൻ, വിൽ സക്സസ്. സോ യെസ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ടൈം ഇല്ല, നമുക്ക് ഇനി 6 months കവർ ചെയ്യണം. First 4 months will be focused on your studies and the last 2 months will be focused for your mock PYQ and your revision. Okay, so let's do our best and start your UGC NET preparation, and all the best wishes my learners. Thank you so much.